ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്നൊരു വറുത്തരച്ച കോഴിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. പലരും പല രീതിയാണ്, ഞാൻ വെക്കുന്നത് കാണിച്ചു തരാം. 2 വലിയ സവോള, 4-5 ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, കോഴിയും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം വറുത്തരച്ചെടുക്കാൻ നമ്മൾ തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ, നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ് നമ്മൾ വറുത്ത് അരച്ച് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വറുക്കാൻ വെച്ചിട്ടുണ്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളി തേങ്ങയും. ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് കേട്ടോ നമ്മൾ വറുത്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് മാറ്റി വെക്കാം. അതേ ചട്ടി തന്നെ എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് താളിക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് ഓപ്ഷനിലാട്ടോ. സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശേഷം ഉപ്പ് പാകത്തിന്, പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണം. വെന്തതിന് ശേഷം നമ്മൾ കോഴി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ അരപ്പൊന്ന് കുറുകി വന്നപ്പോഴത്തേക്കും നമ്മൾ കോഴി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഗ്രേവിയും എല്ലാം കൂടെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. ഇതിന് ശേഷമായിട്ട് അരപ്പ് ചേർക്കുന്നത്. മസാല എല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് അടച്ച് വെക്കാം. കുറച്ച് സമയം, ഒരു 10-20 മിനിറ്റ് വേഗം വെക്കാം. അപ്പോൾ നമുക്കിവിടെ കോഴി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കോഴിക്കറി വെന്ത് കിട്ടിയിട്ടുണ്ട്. അരപ്പ് ചേർക്കുന്നതിന് മുന്നേ ഉള്ളതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പ് ചേർത്തിട്ടൊന്ന് ഒരു 10 മിനിറ്റ് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും തിളച്ച് വെന്ത് വൃത്തി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചക്കയുടെ കൂടെ എല്ലാം കഴിക്കാം. ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ.